Good morning, dear students. In the last class, I have explained single column cash book. So today I'm going to explain double column cash book, that is illustration number 2. I hope that all of you have completed the notes of illustration number 2. You have to draw 10 columns for double column cash book. The columns are first one date, second one particulars, third one ledger folio, then cash column and bank column. Again date, particulars, ledger folio, cash and bank columns. You have to record all cash receipts and bank receipts on the debit side and all cash and bank payments on the credit side. അതായത് ഇങ്ങോട്ട് കിട്ടുന്ന ക്യാഷും ചെക്കും ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുക, നമ്മളുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന ക്യാഷും നമ്മളുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന ചെക്കും ക്രെഡിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുക. ഓക്കെ. In this question, the first transaction is cash balance 15,000 and bank balance 10,000 on 1st August 2005. അതായത് ഓഗസ്റ്റ് 1st 2005 ക്യാഷ് ബാലൻസ് ഒരു 15,000 ഉണ്ട്, ബാങ്ക് ബാലൻസ് ഒരു 10,000 ഉണ്ട്. സോ ക്യാഷ് ആയാലും ബാങ്ക് ആയാലും അതിൻ്റെ ബാലൻസ് എഴുതേണ്ടത്, ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത് ഡെബിറ്റ് സൈഡാണ്. സോ ഡെബിറ്റ് സൈഡ് എഴുതണം ബാലൻസ് ബ്രോ ഡൗൺ. ക്യാഷ് കോളത്തിൽ 15,000 എഴുതാം, ബാങ്ക് കോളത്തിൽ 10,000 എഴുതാം. ഓക്കെ. ഇതുപോലെ ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് ക്യാഷിൽ 15,000 എഴുതുക, ബാങ്കിൽ 10,000 എഴുതുക. ഡേറ്റും കൊടുക്കുക ഓഗസ്റ്റ് 1st 2005. Next transaction is on August 3rd, that is paid insurance premium by check 4,200. ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തു, ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടാണ് ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തത്. പേയ്മെൻ്റ് ആണ്, സോ ക്രെഡിറ്റ് സൈഡ് വേണം റെക്കോർഡ് ചെയ്യാൻ. ചെക്ക് ആയതുകൊണ്ട് എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് കോളത്തിലായിരിക്കണം. ക്രെഡിറ്റ് സൈഡ് ബാങ്ക് കോളത്തിൽ 4,200. ഇതുപോലെ ക്രെഡിറ്റ് സൈഡ് ഓഗസ്റ്റ് 3rd 2005 എന്ന ഡേറ്റ് കൊടുക്കുക, പെർട്ടിക്കുലർസിൽ ഇൻഷുറൻസ് എന്ന് എഴുതുക, ബാങ്ക് കോളത്തിൽ വേണം 4,200 എഴുതാൻ. Next transaction is cash sales, that is date is 8th August. Transaction is cash sales, amount is 22,000. സെയിൽസ് എന്ന് പറഞ്ഞാൽ തന്നെ റവന്യൂ ആണ്, നമ്മളുടെ ഇൻകം ആണ്, അല്ലെങ്കിൽ നമ്മളുടെ റെസീപ്റ്റ് ആണ്. സാധനം വിറ്റിട്ട് നമുക്ക് പൈസ കിട്ടുന്നത്, അത് ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ക്യാഷ് കോളത്തിൽ വേണം റെക്കോർഡ് ചെയ്യാൻ. റെസീപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡ് വേണം റെക്കോർഡ് ചെയ്യാൻ. ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ ഡെബിറ്റ് സൈഡ് വേണം റെക്കോർഡ് ചെയ്യാൻ. അതുകൊണ്ട് ഡെബിറ്റ് സൈഡ് സെയിൽസ് എന്ന് റെക്കോർഡ് ചെയ്യുക. എമൗണ്ട് എഴുതേണ്ടത് ക്യാഷ് കോളത്തിലാണ്, കാരണം ക്യാഷ് സെയിൽസ് ആണ്. അതുകൊണ്ട് എമൗണ്ട് ക്യാഷ് കോളത്തിൽ 22,000 എഴുതുക ഡെബിറ്റ് സൈഡ്. ലൈക്ക് ദിസ്, ഡെബിറ്റ് സൈഡ് 8th എന്ന ഡേറ്റ് കൊടുക്കുക, സെയിൽസ് എന്ന് എഴുതുക പെർട്ടിക്കുലേഴ്സിൽ, എമൗണ്ട് ക്യാഷ് കോളത്തിൽ 22,000. നെക്സ്റ്റ് ഈസ് ക്യാഷ് ഡിസ്കൗണ്ട് ഓൺ ദ സെയിം ഡേറ്റ്, എമൗണ്ട് 750. ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട, കാരണം ഡിസ്കൗണ്ട് കൊടുത്തതാണ് സെയിൽസ് നടക്കുന്ന സമയത്ത്. അതിൽ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുന്നില്ല, നമ്മളുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നില്ല, റെസീപ്റ്റും ഇല്ല, പേയ്മെൻറ്റും ഇല്ല. സോ അത് റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വൺ ഈസ് ഓൺ ഓഗസ്റ്റ് 9th. ട്രാൻസാക്ഷൻ ഈസ് പേയ്മെൻറ്റ് ഫോർ ക്യാഷ് പർച്ചേസ് 21,000. ഓക്കെ, പേയ്മെൻറ്റ് ഫോർ ക്യാഷ് പർച്ചേസ് ആണ്, സാധനം വാങ്ങിയതാണ്, ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങി. സോ നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, ക്യാഷ് കൊടുത്താണ് സാധനം വാങ്ങിയത്, സോ പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് വേണം റെക്കോർഡ് ചെയ്യാൻ. ക്യാഷ് പർച്ചേസ് ആയതുകൊണ്ട് ക്യാഷ് കോളത്തിൽ വേണം എമൗണ്ട് എഴുതാൻ. സോ ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് എഴുതുക, പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ പർച്ചേസ് എന്ന് എഴുതുക, എമൗണ്ട് കോളത്തിൽ ക്യാഷ് കോളത്തിലാണ് 21,000 എഴുതേണ്ടത്. ഓക്കെ, ദെൻ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് നെക്സ്റ്റ്. ക്യാഷ് ഡിസ്കൗണ്ടും മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിയതാണ്, ഡിസ്കൗണ്ട് കിട്ടിയതാണ്, അല്ലാതെ പൈസ കൊടുത്തതോ കിട്ടിയതോ ഒന്നുമല്ല. സോ ഡിസ്കൗണ്ട് ഒന്നും റെക്കോർഡ് ചെയ്യേണ്ട. ഇതുപോലെ ഡേറ്റ് കോളത്തിൽ 9 എന്ന് എഴുതുക, പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ പർച്ചേസ് എന്ന് എഴുതുക, എമൗണ്ട് എഴുതേണ്ടത് ക്യാഷ് കോളത്തിൽ 21,000 ക്രെഡിറ്റ് സൈഡ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൾസോ ഓൺ 9th August. ട്രാൻസാക്ഷൻ ഈസ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, എമൗണ്ട് 15,000. ക്യാഷ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. സോ ഈ ട്രാൻസാക്ഷനിൽ ക്യാഷും ഇൻവോൾവ് ആണ്, ബാങ്കും ഇൻവോൾവ് ആണ്. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെയാണ് കോൺട്രാ എൻട്രി എന്ന് വിളിക്കുന്നത്. ക്യാഷും ബാങ്കും ഒരുമിച്ച് വരുന്ന ട്രാൻസാക്ഷനാണ് കോൺട്രാ എൻട്രി. ഇത് രണ്ട് സൈഡും റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഡെബിറ്റ് സൈഡും റെക്കോർഡ് ചെയ്യേണ്ടി വരും, ക്രെഡിറ്റ് സൈഡും റെക്കോർഡ് ചെയ്യേണ്ടി വരും. ബാങ്കിൽ എമൗണ്ട് കൂടുകയാണ്, സോ ബാങ്കിനെ ഡെബിറ്റ് സൈഡ് വേണം എഴുതാൻ. ക്യാഷിലെ എമൗണ്ട് കുറയാണ്, സോ ക്യാഷിനെ ക്രെഡിറ്റ് സൈഡ് വേണം എഴുതാൻ. ഓക്കെ, ക്യാഷ് കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിലാണ് കൂടുന്നത്, സോ ബാങ്ക് വേണം ഡെബിറ്റ് സൈഡ് എഴുതാൻ. സോ ഡെബിറ്റ് സൈഡ് ബാങ്ക് കോളത്തിൽ 15,000 എഴുതണം. നേരെ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ടത് ക്യാഷിനാണ്. ബാങ്കിലാണ് എമൗണ്ട് എഴുതേണ്ടത്, പക്ഷേ പെർട്ടിക്കുലേഴ്സിൽ എഴുതുമ്പോൾ ക്യാഷ് എന്ന് എഴുതണം. സോ ഡേറ്റ് 9 ആണ്, പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ് എന്ന് എഴുതുക, എമൗണ്ട് ബാങ്ക് കോളത്തിൽ 15,000 എഴുതുക. എന്നിട്ട് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ ഒരു സി എന്ന് കാണിക്കാം. ഇത് കോൺട്രാ എൻട്രീനെ സൂചിപ്പിക്കുന്ന ഒരു ലെറ്ററാണ് സി, അത് കാണിക്കാനാണ് ലെഡ്ജർ ഫോളിയോയിൽ സി എന്ന് എഴുതുന്നത്. ഇതേപോലെ
ക്രെഡിറ്റ് സൈഡും റെക്കോർഡ് ചെയ്യണം, കാരണം ക്യാഷ് കുറയാണ്. ആ ക്യാഷ് കുറയുന്നത് ക്രെഡിറ്റ് സൈഡ് വേണം റെക്കോർഡ് ചെയ്യാൻ. സോ സെയിം ഡേറ്റ് 9th ഡേറ്റ് കോളത്തിൽ 9 എഴുതുക. ദെൻ ക്യാഷ് കോളത്തിൽ 15,000 എഴുതുക, കാരണം ക്യാഷ് കുറയാണ്. സോ ക്യാഷ് കോളത്തിൽ 15,000 എന്ന് എഴുതുക. പെർട്ടിക്കുലേഴ്സിൽ എഴുതുമ്പോൾ ബാങ്ക് എന്ന് വേണം എഴുതാൻ, കാരണം ക്യാഷിലാണ് എമൗണ്ട് എഴുതുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ബാങ്ക് എന്ന് വേണം പെർട്ടിക്കുലേഴ്സിൽ എഴുതാൻ. എഗെയിൻ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന് കാണിക്കുക കോൺട്രാ എൻട്രീൻ്റെ. സോ ബാങ്കിൽ കൂടുമ്പോൾ ബാങ്കിനെ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുക, ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതുക. ക്യാഷ് കുറയാണ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന്, അതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റ് സൈഡ് വേണം റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ, സച്ച് എൻട്രീസ് ആർ കോൾഡ് കോൺട്രാ എൻട്രി. Next transaction is on August 10th, that is telephone bill paid by check 2300. Telephone bill paid by check 2300. അപ്പോൾ ടെലിഫോൺ ബില്ല് അടച്ചു, ചെക്ക് കൊടുത്തിട്ടാണ്, ചെക്ക് വഴിയാണ് ടെലിഫോൺ ബില്ല് അടച്ചത്. ഓക്കെ, ഇപ്പോൾ ടെലിഫോൺ ബിൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡ് വേണം റെക്കോർഡ് ചെയ്യാൻ. ചെക്ക് ആയതുകൊണ്ട് എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് കോളത്തിലായിരിക്കണം. ഓക്കെ, സോ ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് കൊടുക്കുക 10th August, പെർട്ടിക്കുലേഴ്സിൽ ടെലിഫോൺ ബിൽ ചാർജസ്, ദെൻ എമൗണ്ട് ബാങ്ക് കോളത്തിൽ വേണം എഴുതാൻ 2300. ഇതുപോലെ ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് കോളത്തിൽ 10 എഴുതുക, പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ടെലിഫോൺ എക്സ്പെൻസ് എന്ന് എഴുതുക. എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് കോളത്തിലാണ്, കാരണം ചെക്കാണ് പേ ചെയ്തത്. സോ എമൗണ്ട് കോളം ബാങ്കിൽ 2300. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ August 14th. ട്രാൻസാക്ഷൻ ഈസ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് എമൗണ്ട് 6000. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്തു. പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നതിനെ ഡ്രോയിങ്സ് എന്ന് വിളിക്കും. ബാങ്കിൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നത്. സോ ക്രെഡിറ്റ് സൈഡ് എഴുതേണ്ടത് ഡ്രോയിങ്സ് ആണ്. ക്രെഡിറ്റ് സൈഡ് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഡ്രോയിങ്സ് എന്ന് എഴുതുക. എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് കോളത്തിലാണ്, കാരണം കുറയുന്നത് ബാങ്കിലാണ്, ബാങ്കിൽ നിന്നാണ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്. സോ ബാങ്ക് കോളത്തിൽ 6000 എഴുതാം. ഇതുപോലെ ഡേറ്റ് 14th, പെർട്ടിക്കുലേഴ്സിൽ ഡ്രോയിങ്സ് എന്ന് എഴുതുക, എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് കോളത്തിൽ 6000. Next transaction is on August 16th. Transaction is withdrawn from bank for office use 14,500. ഓഫീസ് യൂസിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്തു. 14,500 ആണ് വിഡ്രോ ചെയ്തത്. ഇതും ഒരു കോൺട്രാ എൻട്രി ആണ്, കാരണം ബാങ്കും ക്യാഷും ഇൻവോൾവ് ആണ്. മുമ്പത്തേത് പേഴ്സണൽ യൂസാണ്, അതുകൊണ്ട് ഡ്രോയിങ്സ് ആയിരുന്നു. ഇത് ഓഫീസ് യൂസാണ്, അതുകൊണ്ട് ബാങ്കും ക്യാഷും ഇൻവോൾവ് ആണ്. എഗെയിൻ കോൺട്രാ എൻട്രി ആണ്. ഇതിൽ ബാങ്കിൽ നിന്ന് കുറയാണ്, ബാങ്കിൽ നിന്ന് നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ ബാങ്കിൽ കുറയും, നമ്മളുടെ കയ്യിൽ ക്യാഷ് കൂടും. സോ ക്യാഷ് കൂടുന്നതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് സൈഡ് വേണം എഴുതാൻ, ബാങ്ക് കുറയുന്നതുകൊണ്ട് ബാങ്കിനെ ക്രെഡിറ്റ് സൈഡ് വേണം എഴുതാൻ. കൂടുന്നതിനെ ഡെബിറ്റ് സൈഡ് എഴുതണം, കുറയുന്നതിനെ ക്രെഡിറ്റ് സൈഡ് എഴുതണം. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാഷ് കൂടും, ബാങ്കിൽ ക്യാഷ് കുറയും. നമ്മളുടെ കയ്യിൽ ക്യാഷ് കൂടുന്നത് കൊണ്ട് ക്യാഷ് ഡെബിറ്റ് സൈഡ് വേണം എഴുതാൻ. സോ ഡെബിറ്റ് സൈഡ് ഡേറ്റ് എഴുതുക 16th, എമൗണ്ട് എഴുതേണ്ടത് ക്യാഷിലാണ്, കാരണം ക്യാഷിലാണ് കൂടുന്നത്. സോ ക്യാഷിൽ 14,500 എഴുതുക. പെർട്ടിക്കുലേഴ്സിൽ എഴുതുമ്പോൾ ക്യാഷിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ബാങ്ക് എന്ന് വേണം എഴുതാൻ. ഓക്കെ, ദെൻ ലെഡ്ജർ ഫോളിയോയിൽ സി എന്ന ലെറ്റർ കാണിക്കണം, കോൺട്രാ എൻട്രീനെ സൂചിപ്പിക്കുന്ന സി എന്ന ലെറ്റർ കാണിക്കണം. അതേപോലെ ബാങ്കിൽ കുറയാണ്, ബാങ്കിൽ കുറയുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡ് വേണം റെക്കോർഡ് ചെയ്യാൻ. സോ ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് കൊടുക്കുക 16th, എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് കോളത്തിലാണ്, ബാങ്ക് കോളത്തിൽ 14,500 എഴുതുക. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ക്യാഷ് ആണ്, സോ ക്യാഷ് എന്ന് വേണം എഴുതാൻ. ദെൻ അഗെയിൻ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന ലെറ്റർ കാണിക്കാം. Next transaction is on August 20th, that is received a check from John in full and final settlement and deposited the same in the bank 10,700. This is the transaction. അതായത് ജോണിൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടി, ആ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ഇങ്ങോട്ട് കിട്ടിയതാണ്, റെസിപ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ചെക്ക് ആയതുകൊണ്ട് ബാങ്കിൽ വേണം എമൗണ്ട് എഴുതാൻ. കിട്ടിയത് ജോണിൻ്റെ കയ്യിലായതുകൊണ്ട് പെർട്ടിക്കുലേഴ്സിൽ ജോൺ എന്നുള്ള പേരാണ് എഴുതേണ്ടത്. എമൗണ്ട് 10,700. ലൈക്ക് ദിസ്, ഡെബിറ്റ് സൈഡ് ഡേറ്റ് കോളത്തിൽ 20, ദെൻ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ജോൺ എന്ന് എഴുതുക, എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് കോളത്തിലാണ് 10,700, കാരണം ചെക്ക് ആണ് കിട്ടിയത്. Next transaction is on August 23rd, that is received cash from Michael 6,850. മൈക്കിളിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയതാണ്, റെസിപ്റ്റ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡ് വേണം റെക്കോർഡ് ചെയ്യാൻ. മൈക്കിളിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതുകൊണ്ട് പെർട്ടിക്കുലേഴ്സിൽ മൈക്കിളിൻ്റെ പേര് വേണം റെക്കോർഡ് ചെയ്യാൻ. ക്യാഷ് ആണ് കിട്ടിയത്, എമൗണ്ട് എഴുതേണ്ടത് ക്യാഷ് കോളത്തിലാണ്. സോ ക്യാഷ് കോളത്തിൽ ഡെബിറ്റ് സൈഡ് 6,850 എഴുതാം. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഡിസ്കൗണ്ട് അലൗഡ് 150. ഡിസ്കൗണ്ട്സ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട. ലൈക്ക് ദിസ്, ഡെബിറ്റ് സൈഡ് ഡേറ്റ് കോളത്തിൽ 23rd, പെർട്ടിക്കുലേഴ്സിൽ മൈക്കിൾ, എമൗണ്ട് ക്യാഷ് കോളത്തിൽ 6,850. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ August 24th, that is stationery purchased for cash rupees 1,800.
സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു ക്യാഷ് കൊടുത്തിട്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനറി പർച്ചേസ് ആയതുകൊണ്ട് തന്നെ പേയ്മെൻ്റ് ആണ്. ക്രെഡിറ്റ് സൈഡ് വേണം റെക്കോർഡ് ചെയ്യാൻ. ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് 24 എന്ന് കൊടുക്കുക, സ്റ്റേഷനറി എന്ന് കൊടുക്കുക പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ, എമൗണ്ട് എഴുതേണ്ടത് ക്യാഷ് കോളത്തിൽ 1800. Next transaction is on August 25th, that is cartage paid in cash, that is 350. കാർട്ടേജ് പേ ചെയ്തു. കാർട്ടേജ് ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് പേ ചെയ്തു ക്യാഷ് കൊടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റ് സൈഡ് വേണം റെക്കോർഡ് ചെയ്യാൻ. ക്രെഡിറ്റ് സൈഡ് എഴുതും കാർട്ടേജ്, എമൗണ്ട് എഴുതേണ്ടത് ക്യാഷ് കോളത്തിൽ 350. Next transaction is also on 25th, August 25th. Transaction is check received from Kumar 4500. കുമാറിൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടി, റെസീപ്റ്റ് ആണ്. അതുകൊണ്ട് ഡെബിറ്റ് സൈഡ് വേണം റെക്കോർഡ് ചെയ്യാൻ. ഡെബിറ്റ് സൈഡ് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ കുമാർ എന്ന് എഴുതുക, കാരണം കുമാറിൻ്റെ കയ്യിൽ നിന്നാണ് ചെക്ക് കിട്ടുന്നത്. സോ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ കുമാർ എന്ന് എഴുതുക. എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് കോളത്തിലാണ്, കാരണം ചെക്കാണ് കിട്ടുന്നത്. സോ ബാങ്ക് കോളത്തിൽ 4500 എന്ന് എഴുതുക. സോ ഡെബിറ്റ് സൈഡ് പെർട്ടിക്കുലേഴ്സിൽ കുമാർ, എമൗണ്ട് 4500 ബാങ്ക് കോളത്തിൽ എഴുതുക. Next transaction is on August 28th. Transaction is check received from Kumar deposited in bank 4500. അതായത് തൊട്ട് മുമ്പുള്ള കുമാർ തന്ന ചെക്ക് നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു, അത് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. ഓൾറെഡി ഒരാൾ തന്ന എമൗണ്ട് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. സോ ഇറ്റ്സ് എ കോൺട്രാ എൻട്രി. ബോത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് ഈസ് ഇൻവോൾവ്. ഇതിൽ കൂടുന്നത് ബാങ്കിലാണ്, അതുകൊണ്ട് ബാങ്ക് ഡെബിറ്റ് സൈഡ് വേണം എഴുതാൻ. കുറയുന്നത് ക്യാഷ് ആണ്, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡ് വേണം ക്യാഷ് എഴുതാൻ. ഇറ്റ്സ് എ കോൺട്രാ എൻട്രി. സോ ഡെബിറ്റ് സൈഡ് ബാങ്ക് ഇൻക്രീസ് ആവും, ക്രെഡിറ്റ് സൈഡ് ക്യാഷ് ഡിക്രീസ് ആവും. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ ഓഗസ്റ്റ് 31st. ദറ്റ് ഈസ് ചെക്ക് ഡെപ്പോസിറ്റഡ് ഓൺ ഓഗസ്റ്റ് 28 ഡിസോണേർഡ് ആൻഡ് റിട്ടേൺ ബൈ ദ ബാങ്ക്. അതായത് കുമാർ തന്ന ചെക്ക് ഡിസോണറായി, അതായത് ക്യാൻസലായി പോയി. അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തത് കാരണം ഡിസോണറായി പോയി. അപ്പോൾ ഓൾറെഡി കുമാർ തന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഡെബിറ്റ് സൈഡ് എഴുതിയിട്ടുണ്ട് ഒരു 4500. അത് ക്യാൻസൽ ചെയ്യണം. അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതേ കുമാർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് സൈഡ് എഴുതണം. ക്രെഡിറ്റ് സൈഡ് കുമാർ എന്ന് എഴുതുക, 31st ഡേറ്റ് കൊടുക്കുക. ക്രെഡിറ്റ് സൈഡ് കുമാർ എന്ന് എഴുതുക, 4500 എഴുതുക. അങ്ങനെയാണ് ഡിസോണർ റെക്കോർഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻസ് ആർ ഓൾസോ ഓൺ 31st. 31st transaction is rent paid by check, that is 4000. റെൻറ്റ് കൊടുത്തു. റെൻറ്റ് കൊടുത്തത് ചെക്ക് യൂസ് ചെയ്തിട്ടാണ്. 4000 ആണ് എമൗണ്ട്. റെൻ്റ് ഒരു പേയ്മെൻ്റ് ആണ്. പേയ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡ്, ഇതൊരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് വേണം റെക്കോർഡ് ചെയ്യാൻ. ക്രെഡിറ്റ് സൈഡ് 31st ഡേറ്റ് കൊടുക്കുക, പെർട്ടിക്കുലേഴ്സിൽ റെൻറ്റ് എന്ന് എഴുതുക. ദെൻ എമൗണ്ട് എഴുതേണ്ടത് ബാങ്ക് കോളത്തിലാണ്, കാരണം ചെക്കാണ് കൊടുത്തത്, അതുകൊണ്ട് ബാങ്ക് കോളത്തിൽ 4000 എഴുതണം. Next transaction on the date 31st, that is paid wages to watchman in cash. വാച്ച്മാന് വേജസ് കൊടുത്തു, കൂലി കൊടുത്തു, ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. സോ വാച്ച്മാന് വേജസ് കൊടുക്കുന്നത് ഒരു പേയ്മെൻ്റ് ആണ്, അതൊരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് വേണം എഴുതാൻ. സോ ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് കോളത്തിൽ 31st ഓഗസ്റ്റ് എഴുതുക. പെർട്ടിക്കുലേഴ്സിൽ വേജസ് ടു വാച്ച്മാൻ അല്ലെങ്കിൽ വേജസ് എന്ന് എഴുതുക. എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതേണ്ടത് ക്യാഷ് കോളത്തിലാണ്. ക്യാഷ് എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ക്യാഷ് കോളത്തിൽ 3000 എഴുതുക. And the last transaction is also on the same date, 31st August. Transaction is paid cash for postage. Amount 220 ആണ്. 220 നേരെ കാണുന്നില്ല, പക്ഷെ അത് 220 ആണ്. Paid cash for postage. പോസ്റ്റൽ ചാർജസ് കൊടുത്തു, അതൊരു പേയ്മെൻ്റ് ആണ്, അതൊരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് വേണം എഴുതാൻ. ഡേറ്റ് 31st എന്ന് കൊടുക്കുക ക്രെഡിറ്റ് സൈഡ്. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ പോസ്റ്റേജ് എന്ന് എഴുതുക. എമൗണ്ട് എഴുതേണ്ടത് ക്യാഷ് കോളത്തിലാണ്, കാരണം ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ക്യാഷ് കോളത്തിൽ 220 എമൗണ്ട് എഴുതുക. ഇത്രയും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് എല്ലാ എമൗണ്ട് കോളും ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡിലുള്ള 2 എമൗണ്ട് കോളും ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലുള്ള 2 എമൗണ്ട് കോളും ടോട്ടൽ ചെയ്യുക. എന്നിട്ട് ഏത് സൈഡാണ് വലിയ എമൗണ്ട് കിട്ടുന്നതെന്ന് നോക്കാം. ഇതിൽ ഡെബിറ്റ് സൈഡ് ആയിരിക്കും വലിയ എമൗണ്ട് കിട്ടുന്നത്. ക്യാഷ് കോളത്തിലും ബാങ്ക് കോളത്തിലും ഡെബിറ്റ് സൈഡ് ടോട്ടൽ 62,850 40,200 കിട്ടും. അതുപോലെ 2 സൈഡും ടോട്ടൽ ചെയ്യുക. ഓരോ ക്യാഷ് കോളും, ഡെബിറ്റ് സൈഡുള്ള ക്യാഷ് കോളും ബാങ്ക് കോളും, ക്രെഡിറ്റ് സൈഡുള്ള ക്യാഷ് കോളും ബാങ്ക് കോളും ടോട്ടൽ ചെയ്യുക. എന്നിട്ട് ഏതാണ് വലിയ എമൗണ്ട് അത് 2 സൈഡും ടോട്ടലാക്കിയിട്ട് എഴുതാം. ഓക്കെ, ഇതിൽ കാണിച്ച പോലെ 2 സൈഡും ടോട്ടലാക്കിയിട്ട് എഴുതാം. എന്നിട്ട് ഏത് സൈഡാണ് കുറവ് വരുന്നത്, എമൗണ്ട് കുറവ് വരുന്നത്, ഓക്കെ, ആ സൈഡ് എത്രയാണ് കുറവ് വരുന്നത് അത് കണ്ടുപിടിച്ച് എഴുതാം. അപ്പോൾ ഡെബിറ്റ് സൈഡ് ഉള്ള ക്യാഷിൻ്റെ ടോട്ടലും ക്രെഡിറ്റ് സൈഡുള്ള ക്യാഷിൻ്റെ ടോട്ടലും തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി.
അതാണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എഴുതുന്നത്. എത്രയാണ് ക്രെഡിറ്റ് സൈഡ് കുറവ് വരുന്നത്, അതാണ് ബാലൻസ് ക്യാരി ഡൗൺ. അതേപോലെ ബാങ്ക് കോളം, ഡെബിറ്റ് സൈഡുള്ള ബാങ്ക് കോളം ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് സൈഡുള്ള ബാങ്ക് കോളം ടോട്ടൽ ചെയ്യുക. നോർമലി ഡെബിറ്റ് സൈഡുള്ള ബാങ്ക് കോളത്തിൻ്റെ എമൗണ്ട് ആയിരിക്കും കൂടുതൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കൂടുതലുള്ളത് 40,200 ആണ്. ആ 40,200 വേണം രണ്ട് സൈഡും എഴുതാൻ ടോട്ടലായിട്ട്. എന്നിട്ട് ഏതാണ് കുറവ്? ക്രെഡിറ്റ് സൈഡുള്ള എമൗണ്ട് ആയിരിക്കും കുറവ്. അത് എത്രയാണ് കുറവ് വരുന്നത് അത് അറിയണമെങ്കിൽ ഡെബിറ്റ് സൈഡുള്ള ബാങ്കിൻ്റെ ടോട്ടലിൽ നിന്ന് ക്രെഡിറ്റ് സൈഡുള്ള ബാങ്കിൻ്റെ ടോട്ടൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ബാലൻസ്. അതാണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ബാങ്കിൻ്റെ കോളത്തിൽ എഴുതേണ്ടത്. ഓക്കെ, ഇതിന് മുമ്പ് പറഞ്ഞ ലെഡ്ജറിലെല്ലാം പറഞ്ഞ ബാലൻസിങ് തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. ആദ്യം ടോട്ടൽ ചെയ്യുക, എന്നിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കുക, അത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 31st ഡേറ്റിൽ എഴുതുക.